എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാറ്ററൽ എൻട്രി കൗൺസിലിങ്ങിനുള്ള നിർദ്ദേശങ്ങൾ വന്നു. വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലാറ്ററൽ എൻട്രി എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള കൗൺസിലിംഗ് ആരംഭിക്കുന്നത് ഈ ഒരു 21-ാം തീയതി, അതായത് നാളെ മുതൽ 24-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഷെഡ്യൂൾ ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആ ഒരു ലാറ്ററൽ എൻട്രി കൗൺസിലിങ്ങിൻ്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു നിർദ്ദേശങ്ങൾക്ക് മുമ്പായിട്ട് കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ വേക്കൻസി പൊസിഷൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നറിയാനായിട്ട് വേക്കൻസി പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി അറിയാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക്കിലാണോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് ഉൾപ്പെടുന്ന ജില്ലയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഏത് പോളിടെക്നിക് കോളേജിൻ്റെതാണ്, അതായത് ഏത് പോളിടെക്നിക് കോളേജിൻ്റെതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ആ ഒരു ജില്ലയിലേത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എത്രത്തോളം വേക്കൻസിയാണ്, ഏതൊക്കെ കോട്ടയിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടയുടെ കോഡ് കാണാം. കോട്ട MU എന്ന് പറഞ്ഞാൽ മുസ്ലിമാണ്, EZ എന്ന് പറഞ്ഞാൽ ഇയവയാണ്, IT എന്ന് പറഞ്ഞാൽ ITI വിഭാഗത്തിലുള്ളവർ, ITIയിൽ പഠിച്ചവർക്കുള്ള ഒരു കോട്ടയാണ് ITI കോട്ട. അതുപോലെ GN എന്ന് പറഞ്ഞാൽ ജനറൽ കോട്ടയാണ്. അതുപോലെ LA എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കത്തലിക് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും CE, അതുപോലെ ME, അതുപോലെ EE, EL, TT, CT എന്നിങ്ങനെയൊക്കെ പറയുന്നത് ഓരോ ട്രേഡുകളുടെ പേരാണ്. അപ്പോൾ ME എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലാണ്, EE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, CE എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നിൻ്റെ കോഡും നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കോഴ്സിൻ്റെ ഏത് ട്രേഡിൻ്റെ കോഡാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ അതിൽ ഓരോ വിഭാഗത്തിലും എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയിൽ ഓരോ കോഴ്സിനും എത്ര വീതം സീറ്റാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ ITI വിഭാഗത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഓരോ വിഭാഗത്തിലും എത്ര വീതം സീറ്റാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേക്കൻസി എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ അതൊരു കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ആദ്യം കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ നോക്കാം. അതിനായിട്ട് സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഓരോ ജില്ലയിലെയും ഓരോ നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഷെഡ്യൂളിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ജില്ലാ നോഡൽ പോളിടെക്നിക്കിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ITIയിൽ പഠിച്ചൊരു വിദ്യാർത്ഥികൾ ആണെങ്കിൽ 24-ാം തീയതി രാവിലെ 9 മണി മുതൽ സ്റ്റേറ്റ് റാങ്ക്, അതായത് സ്റ്റേറ്റ് റാങ്കിലാണ് ഇത് നോക്കുന്നത്. സ്റ്റേറ്റ് റാങ്ക് 350 വരെയുള്ള വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്കും 351 മുതൽ 1200 വരെയുള്ളവർ 10 മണിക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ് റാങ്ക് ITI വിഭാഗത്തിൽ 1201 മുതൽ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 11 മണിക്കും ഹാജരാവണം. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ VHSC കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികൾ 24-ാം തീയതി, അതായത് 24/6/2024 രാവിലെ 11:30 മുതൽ 11:30 നിങ്ങൾ, അതായത് ഒരു ധീവര, ലാറ്റിൻ കത്തലിക്, അതുപോലെ തന്നെ ST വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ രാവിലെ 11:30-നും 11:45 സ്റ്റേറ്റ് റാങ്ക് 1000 വരെയുള്ള വിദ്യാർത്ഥികളും, അതായത് +2 VHSC റാങ്കിൻ്റെ അതുപോലെ തന്നെ 1 മണിക്ക് ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1001 മുതൽ 3000 വരെയുള്ള വിദ്യാർത്ഥികളും ആണ് ഹാജരാവേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് 2:30-ക്ക് അതായത് ഉച്ചയ്ക്ക് 2:30-ക്ക് ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് 3001 മുതൽ 4000 വരെയുള്ള വിദ്യാർത്ഥികൾ, ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗത്തിൽ റാങ്ക് 4001 മുതൽ ബാക്കിയുള്ള റാങ്കുള്ള വിദ്യാർത്ഥികളും ആ ഒരു സമയത്ത് ഹാജരാവണം. അതിനുശേഷം 3:15-ന് ഓൾ കാൻഡിഡേറ്റ്സ്, അതായത് ഈ ഒരു 4001-ന് ശേഷമുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഈ ഒരു 3 മണിക്ക് ശേഷമാണ്, അത് 3:15-ന് ശേഷമാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ഷുഡ് ബ്രിങ് ദ ഓൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഫോർ കൗൺസിലിംഗ്, അതായത് SSLC, +2 അല്ലെങ്കിൽ VHSC, ITI, അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതുപോലെ തന്നെ SSLC നിർബന്ധമാണ്, അതുപോലെ +2 അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITI ഏതെങ്കിലും ഒന്നിൻ്റേത്, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ EWS സർട്ടിഫിക്കറ്റ്. ഈ ഒരു സർട്ടിഫിക്കറ്റുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതെടുക്കുക. അത് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയുള്ള സർട്ടിഫിക്കറ്റുകളാണ് എടുക്കേണ്ടത്. സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ഫീസ് ആനുകൂല്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഏകദേശം 4000 രൂപയും കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ 1000 രൂപയും ഫീസായിട്ട് അടക്കണം. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗത്തിൽപ്പെടാത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും മേൽപ്പറഞ്ഞ ഫീസിന് പുറമെ സ്പെഷ്യൽ ഫീസ് ഇനത്തിൽ 10000 രൂപയും അടക്കേണ്ടതാണ്. ഫീസും സ്പെഷ്യൽ ഫീസും ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുള്ളൂ. PTA ഫണ്ട് പണമായിട്ട് നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ ഓരോ കോളേജിൻ്റെ നിർദ്ദേശങ്ങൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഏത് പോളിയിലാണ് പോകുന്നത് ആ ഒരു പോളിടെക്നിക്കിൻ്റെ അതായത് അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് നമുക്ക് അടുത്തത് നോക്കാം. അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഹോം പേജിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആയിട്ട് ലാറ്ററൽ എൻട്രി കൗൺസിലിംഗ് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത PDF ആണോ എന്നാണ് സംശയമുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഡൗൺലോഡ് ചെയ്തതായിരുന്നു. ജസ്റ്റ് അത് രണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു PDF ഡൗൺലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡായി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതുമായിട്ടുള്ള അപേക്ഷകർക്ക് ജില്ലാ തല കൗൺസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ്. കൗൺസിലിംഗ് ജില്ലാതലത്തിൽ നോഡൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തുന്നതായിരിക്കും. കൗൺസിലിംഗിന് വേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേകം രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതല്ല. അപേക്ഷകർക്ക് 16-ാം തീയതി മുതൽ 19-ാം തീയതി വരെ അഡ്മിഷൻ പോർട്ടലിലെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ലിങ്ക് വഴി കൗൺസിലിംഗിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിനുശേഷം അപേക്ഷന് പരമാവധി 3 ജില്ലകളിലേക്ക് മാത്രമേ, അതായത് ഇടുക്കി, വയനാട് എന്നീ ജില്ലകൾക്ക് പുറമെ ഒരേ സമയം കൗൺസിലിംഗിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ. ആയതിനാൽ അപേക്ഷൻ സൗകര്യപ്രദമായ ജില്ലകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം അതുപോലെ ജനനത്തീയതി നൽകി കൗൺസിലിംഗിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഓരോ ജില്ലയിലേക്കും പ്രത്യേകം രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അതുപോലെ കൗൺസിലിംഗ് സമയത്ത് അപേക്ഷകന് അപ്പോൾ ലഭ്യമായതും കോളേജും അതുപോലെ ബ്രാഞ്ചും സ്വീകാര്യമാണെങ്കിൽ മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാതെ അപേക്ഷകൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും തൊട്ടടുത്ത അപേക്ഷന് നൽകുന്നതും ആയിരിക്കും. അതുപോലെ അപേക്ഷന് TC ഹാജരാക്കാൻ നിശ്ചിത സമയം അനുവദിക്കുന്നതാണ്. അതുപോലെ കൗൺസിലിംഗിന് ഹാജരാവേണ്ട സമയക്രമം അഡ്മിഷൻ പോർട്ടലിൽ 20-ാം തീയതി ലഭ്യമാകുന്നതാണ്. അതുപോലെ ഓൾറെഡി ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സമയക്രമത്തിന് അനുസരിച്ച് ബന്ധപ്പെട്ട നോഡൽ പോളിടെക്നിക് കോളേജിൽ ഹാജരാവേണ്ടതാണ്. സമയക്രമത്തിൽ ഒരു മാറ്റവും അനുവദിക്കില്ല. ഒന്നിൽ കൂടുതൽ ജില്ലകളിൽ ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചിത മാതൃകയിലുള്ള പ്രോക്സി ഫോം അപേക്ഷകനും രക്ഷിതാവും ഒപ്പിട്ടത് ഹാജരാക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തിയ സഹിതം ഹാജരാക്കേണ്ടതാണ്. എന്നാൽ അപേക്ഷകൻ ഹാജരാക്കുന്ന ജില്ലയിൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ്. ഒരു അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയ അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുമുമ്പ് നേടിയുള്ള അഡ്മിഷൻ സ്വമേധയാ റദ്ദാക്കുന്നതായിരിക്കും. ആയതിനാൽ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് പങ്കെടുക്കുന്നവർ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തണം. അപേക്ഷാ ഫോറത്തിൽ പ്രതിപാദിക്കാത്ത അവകാശങ്ങൾ കൗൺസിലിംഗ് സമയത്ത് യാതൊരു കാരണവശാലും പരിഗണിക്കില്ല. ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ബുദ്ധിമുട്ട് നേരിടുന്ന അപേക്ഷകർക്ക് തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിലെ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്ഥാപന മേധാവികൾ ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.